അഭിനയുടെയും ആദർശിൻ്റെയും പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മളെ ജലജയും അതുപോലെ ജാനകിയും അജയനെല്ലാം നമ്മളെ അഭിയാണെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. നീ എവിടെ പോയിരുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അഭി പറയുന്നുണ്ട് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജാനകി ചോദിക്കുന്നുണ്ട് ആ ഫ്രണ്ട് നാഗേന്ദ്രൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അജയനാണെങ്കിൽ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അഭിയെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രനെ കാണാൻ പോയി ഇനി മേലെ നാഗേന്ദ്രനെ കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞ് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ആദർശം കാണാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണക്കാരിയൊക്കെ പറയാൻ വേണ്ടി. പക്ഷേ നമ്മൾ നവീനാണെങ്കിൽ പിടികൊടുക്കുന്നതൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നവീനാണെങ്കിൽ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ചേരേണ്ടവർ തന്നെ ചേരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളെ നവീനാണെങ്കിൽ ഉറപ്പായിട്ടും അനിയും നന്ദുവിനെയും കല്യാണത്തിന് എന്തായാലും നമ്മളെ നവീനെതിരല്ല. എന്തായാലും നവീൻ തന്നെ അവരെ കല്യാണം നടത്തിയൊക്കെ കൊടുക്കുമെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം നവീൻ ഇങ്ങനെ പറഞ്ഞില്ല എന്നായിട്ട് ഒരുപാടൊക്കെ വട്ടം ചുറ്റിച്ചല്ലേ, അപ്പോൾ കുറച്ച് നിങ്ങളൊക്കെ വട്ടം ചുറ്റുക എന്നൊക്കെ നമ്മൾ നവീൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അജയനാണെങ്കിൽ അനിയടുത്താണെങ്കിൽ ഭയങ്കര വഴക്കൊക്കെ പറയുന്നുണ്ട്. അവളെ മനസ്സിരിപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവൾ എന്തായാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ അവളെ കണക്കൊരു പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാനാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ല, അതെനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും അജയുടെ ഇത് കണക്കൊരു സ്വഭാവം എന്തായാലും നമ്മൾ അനി കണ്ടിട്ടില്ല. അപ്പം അനിയാണെങ്കിൽ ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അജയൻ പറയുന്നുണ്ട് നവീനെ കണക്ക് ഒരു നല്ലൊരു പയ്യൻ്റെ ആലോചന അവൾക്ക് വന്നിരിക്കുന്നത്, അത് അവളെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയൊരു ലോട്ടറി തന്നെ, അത് നീയായിട്ട് ആ ഒരു ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അജയ് ആണെങ്കിൽ ജാനകിയെ എടുത്തും വഴക്ക് പറഞ്ഞിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.